നമ്മുടെ ജനതയുടെ ഒരു കാര്യം ഓർത്തു നോക്കിയേ. ഔറംഗസീബ് മരണപ്പെട്ടിട്ട് 318 വർഷങ്ങളായി. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഗൾ സാമ്രാജ്യവും മറാത്തയും തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ഒരു സിനിമ ഇറങ്ങുന്നു. അതോടെ ഔറംഗസീബിൻ്റെ 318 വർഷങ്ങൾ പഴക്കമുള്ള ഖബർ പൊളിക്കണമെന്ന് ചിലർ ഉറഞ്ഞു തുള്ളുന്നു. അവസാനം കലാപമാവുന്നു. ഖബർ ഇപ്പോൾ ഷീറ്റ് കെട്ടി മറച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് പൊളിച്ചാലും അതിശയിക്കാനില്ല. ഔറംഗസീബിൻ്റെ അസ്ഥിപഞ്ജരങ്ങൾ പോലും ബാക്കിയുണ്ടായിരിക്കാൻ സാധ്യതയില്ലാത്ത ആ പഴഞ്ചൻ ഖബർ പൊളിച്ചാൽ ആർക്കെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ ആവട്ടെ, അല്ലാതെന്ത് പറയാൻ. ഞാൻ വീണ്ടും ആലോചിച്ച് നോക്കി, എന്താണ് ഔറംഗസീബ് ചെയ്ത തെറ്റ്? അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ മറ്റു രാജാക്കന്മാർ ചെയ്യാത്ത എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? കാശ്മീരിൽ ഒരു ഹർഷൻ മഹാരാജാവ് ഉണ്ടായിരുന്നു. ക്ഷേത്രം കൊള്ളയടിക്കാൻ മാത്രമായി അദ്ദേഹത്തിന് ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു അത്രേ. സമ്പത്ത് കുന്നുകൂടിയിരുന്ന ക്ഷേത്രങ്ങൾ കണ്ടെത്തി കൊള്ളയടിക്കലായിരുന്നു ഹർഷൻ്റെ മന്ത്രിയുടെ ഡ്യൂട്ടി. ഈ ഹർഷൻ്റെ കുഴിമാടം തകർക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പോട്ടെ, ഇങ്ങനെ ഒരു ക്ഷേത്രം പൊളിയൻ രാജാവ് ഉണ്ടായിരുന്നു എന്ന കാര്യം ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം ആയിരുന്നെങ്കിൽ ആ കാരണം പറഞ്ഞ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് പാഞ്ഞു കയറിയെന്ന്. ഹർഷനെ പോലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച രാജാക്കന്മാർ വേറെയുമുണ്ട്. ഈ പറയുന്ന മറാത്തക്കാരുടെ മെയിൻ ഹോബി മൈസൂരിലെ ശൃംഗേരി മഠം കൊള്ളയടിക്കലായിരുന്നു. എല്ലാ വർഷവും കൊള്ളയടിക്കും. ഒടുവിൽ മഠം അഭയം തേടിയത് മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയോടും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനോടുമാണ്. മരിക്കുന്നതുവരെ ആ പിതാവും പുത്രനും ശൃംഗേരി മഠം സംരക്ഷിച്ചു. ആരെങ്കിലും മറാത്തക്കാരായ രാജാക്കന്മാരുടെ കുഴി തോണ്ടാൻ ഇറങ്ങിയോ? ഇല്ല. കാരണം അവരും മുസ്ലിങ്ങളായിരുന്നില്ല. ഔറംഗസീബ് മുസ്ലിം രാജാക്കന്മാരിൽ ഏറ്റവും പ്രബലനായ ഒരാളായിരുന്നു. മറ്റു രാജാക്കന്മാർ ഖജനാവിൻ്റെ പണം കൊണ്ട് സുഖലോലുപതയിൽ ജീവിച്ചപ്പോൾ ഖജനാവിൽ നിന്ന് ഒരു രൂപയും കൈപ്പറ്റാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് തൊപ്പി തുന്നി വിറ്റും ഖുർആൻ പകർത്തി എഴുതി നൽകിയും ജീവിച്ച ഒരാളായിരുന്നു ഔറംഗസീബ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിൽ ജാതിയും മതവും തിരഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടില്ല. മുസ്ലിമായിരുന്ന ബീജാപൂർ സുൽത്താനേറ്റിലെ സുൽത്താൻ ആദിൽ ഷായും ഖോൽക്കൊണ്ട സുൽത്താനേറ്റിലെ സുൽത്താൻ സിക്കന്ദർ അലി ഷായും അഫ്ഗാനിസ്ഥാനിലെ യൂസഫ് ഷായും മറ്റു പലരും ഔറംഗസീബിൻ്റെ വാളിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളിലെ രജപുത്രന്മാരും ഇന്നത്തെ ജാട്ട് വിഭാഗവും ശിവജിക്ക് മുമ്പ് മറാത്താക്കാരുമൊക്കെ ഔറംഗസീബിൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഉദ്യോഗസ്ഥർ അധികവും ബ്രാഹ്മണന്മാരായിരുന്നു. മറുവശത്ത് ശിവജിയുടെ സൈന്യത്തിൽ ധാരാളം മുസ്ലിങ്ങളുണ്ടായിരുന്നു. ശിവജിയുടെ പ്രധാന സൈനിക തലവന്മാരുടെ പേരുകൾ കാണുക. 1 സിദ്ദി ഇബ്രാഹിം ഖാൻ, 2 ദരിയ സാരംഠി, 3 ദൗലത് ഖാൻ, 4 മദാരി മേത്ത, 5 സിദ്ദി മിസ്രി, 6 നൂർഖാൻ ബെഗ്ല. ഒരു വശത്ത് ഔറംഗസേബ് പ്രധാനമായും ഹിന്ദി സൈനികരുമായും മറുവശത്ത് ശിവജി പ്രധാനമായും മുസ്ലിം സൈനികരുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പരസ്പരം നടത്തിയ പോരാട്ടങ്ങളിൽ ശിവജി ഒരു വീര ഹിന്ദു ഫിഗർ ആവുന്നതും ഔറംഗസീബ് ഒരു അധമനായ മുസ്ലിം ഫിഗർ ആവുന്നതും എന്തൊരു കോമഡിയാണ്.